എന്താ ജിമ്മെന്നും ജിമ്മിലെ പരിപാടികൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് 3 പേർക്കും ജിം ഫാമിലി ആയിട്ട് പോലും ഒന്നും അറിയത്തില്ല കേട്ടോ. ഒന്ന് വലിഞ്ഞു തൂങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സാക്ക് സർവ്വ പിടുത്തവും പിട്ടി ഛർദ്ദിച്ച് എന്തൊക്കെയോ അവസ്ഥയിലേക്കായ. എന്നാൽ ചെറിയ ആശ്വാസമായി. ഇനി അടുത്ത വർക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞൊരു ട്രെയിനർ ഞങ്ങളെ വന്ന് വിളിച്ചു കേട്ടോ. കമ്മന്ന് കിടന്നും വയറ് കുറയ്ക്കാനുള്ള വർക്കൊക്കെ ആയിരുന്നല്ലോ. കുണ്ടിയും വയറും കുറയ്ക്കാന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ടാർഗറ്റ്. അങ്ങനെ അവര് കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങളും മെല്ലെ മെല്ലെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. പക്ഷെ എന്തൊക്കെയാ ബുദ്ധിമുട്ട്, തല ഇറങ്ങണോ കരയണോ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വയറ് കുറയ്ക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് എനിക്ക് എന്തൊക്കെയോ വേറെ വേറെ എക്സസൈസുകൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിന്റെ ഒന്നും പേരും മനസ്സിലായിട്ടില്ല, കാര്യവും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ തെറ്റുകളൊക്കെയാണ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്വയം അങ്ങോട്ട് സമാധാനിച്ചു കേട്ടോ. അവർക്കും പറഞ്ഞു തരുന്നതിന് ഒരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പാവം സാ മടുത്തോന്നൊക്കെ വന്ന് എന്നോട് ചോദിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. സാ ആണെങ്കിൽ ഛർദ്ദിച്ച് ഒരു നിലയിൽ എത്തിയിട്ടുമുണ്ട് കേട്ടോ. ഉണ്ണിക്കൂട്ടറിന് തല ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ് അന്നേരം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ജിം ഫാമിലി ആവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആദ്യത്തെ ദിവസമല്ല, ഇന്ന് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോരാനുള്ള പരിപാടി നോക്കുവാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.